ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ നിങ്ങൾ നല്ലോണം തന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ചെയ്തേക്ക് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഗൈസ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് വീഡിയോ തുടങ്ങിയേക്കാം ഗൈസ്. അപ്പോൾ കേസ് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉള്ളത് നമ്മുടെ മാൻഷനിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് സംബന്ധിച്ച് നമ്മൾ ട്രാക്ടറും പിന്നെ ഒരു ട്രെയിലറുള്ള ട്രാക്ടറും പിന്നെ ഒരു 4 ബൈക്സൊക്കെ നമ്മൾ അടിച്ചു മാറ്റുകയുണ്ടായി ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ എപ്പിസോഡ്സൊക്കെ ആണ് ഗൈസ്. ഓക്കെ, നമ്മുടെ എല്ലാ വണ്ടികളും ബൈക്സും നമ്മുടെ ട്രാക്ടറും JCB, ബസ്, ഓട്ടോറിക്ഷ അങ്ങനത്തെ എല്ലാം നമ്മുടെ വെഹിക്കിൾസ് മൊത്തം നമ്മൾ സർവീസിന് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ബെന്നി മച്ചാൻ്റെ ഗ്യാരേജിൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബെന്നി മച്ചാൻ്റെ ഗ്യാരേജിലാണ് അതൊക്കെ ഉള്ളത് ഗൈസ്. നമുക്കിന്ന് ഒരു വലിയ മിഷനിലൊക്കെ തന്നെ പോകേണ്ടതാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഒരു കാറ് പോകാൻ വേണ്ട. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ബൈക്കാണ്. നമുക്ക് എന്തായാലും ഇത് മാറ്റി ഒന്ന് കാറാക്കണം. ഓക്കെ, നമ്മുടെ സർവീസൊക്കെ ബെന്നി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമയമില്ല. ഓക്കെ, നമ്മുടെ റോക്കി ബൈക്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. എന്നിട്ട് നമ്മുടെ സ്വിഫ്റ്റോ ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ്, അതെ നേരെ പോകുന്നുണ്ട്. നമുക്ക് നേരെ പോയി നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മൾ ബെന്നിയുടെ വർക്ക്ഷോപ്പിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പ്. ഇതുവരെ കാണാത്ത നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പ് ഗൈസ്. ഓക്കെ, നമ്മുടെ ബാക്കി വണ്ടികളൊക്കെ ഇവിടെ പോയി ഫ്രണ്ടിലുണ്ടാവും ഗൈസ്. ബാക്കി വണ്ടികളൊക്കെ ഫ്രണ്ടിലായിരിക്കും. നമുക്ക് എന്തായാലും ബൈക്ക് ഇവിടെ ഉള്ള ഈ ഗ്യാരേജിലോട്ട് അങ്ങോട്ട് കയറ്റി ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് കയറുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇട്ടേക്കാം നമ്മുടെ ബൈക്ക്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ സ്വിഫ്റ്റ് എടുക്കാം. ഇവിടെ 3 സ്വിഫ്റ്റ് ഉണ്ട്. 2 നമ്മുടെ ബെന്നിക്ക് പണി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. പണിക്ക് വന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു ബ്ലാക്ക് സ്വിഫ്റ്റ് ഉണ്ട്, ഒരു നീല സ്വിഫ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മളിതൊരു വൈറ്റാണ്. ഓക്കെ, ഇത് എൻ്റെ മോനെ, ഇവിടെ ഒരു നീല സ്വിഫ്റ്റ് ഉണ്ട് ഗൈസ്, ഒരു ബ്ലാക്ക് സ്വിഫ്റ്റും ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്വിഫ്റ്റ് തന്നെ എടുത്തേക്കാം. നമ്മൾ വൈറ്റ് ആണല്ലോ, അങ്ങനെ നേരെ എടുത്തേക്കാം. ഓക്കെ, നമുക്ക് നേരെ എടുത്തുകൊണ്ട് അങ്ങോട്ട് റോട്ടിലോട്ട് ഇറങ്ങാം ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ഇറങ്ങാം. ഗൈസ്, നമ്മളിത് നേരെ റോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ സ്വിഫ്റ്റ് എപ്പോൾ ഓടിച്ചാലും എവിടേക്ക് തട്ടി മുട്ടി എന്തെങ്കിലുമൊക്കെ പണി കിട്ടും ഗൈസ്. നമുക്ക് നല്ലോണം ശ്രദ്ധിച്ച് ഓടിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ചെറിയൊരു എന്തോ സംഭവം നടക്കുന്നുണ്ട്, നമുക്ക് മൈൻഡ് ചെയ്യണ്ട. സോ ഗൈസ്, ഇതൊരു പെട്രോൾ ഫ്യൂവൽ ലോ ആണ്. ഓക്കെ, ഇത് ഇവിടെ ഒരു പെട്രോൾ പമ്പ്, ബാക്കി ഇവിടെ ഒരു പെട്രോൾ പമ്പ് കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പെട്രോൾ പമ്പിലോട്ട് വണ്ടി കയറ്റാം. ഓക്കെ ഗൈസ്, ഇവിടെ ആരും ഇല്ലല്ലോ. ഇത് തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല ഗൈസ്, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ ഇതൊന്നും തുറന്നിട്ടില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഗൈസ് എന്തായാലും. അല്ലെങ്കിൽ ഈ സമയമൊക്കെ എന്തായാലും ഇവിടെ കുറേ ആൾക്കാരുള്ളതാണ്. ഓ ഗൈസ്, ഇന്ന് തുറന്നിട്ടില്ല ഗൈസ്. ഇന്ന് നമുക്ക് എന്തായാലും നമുക്ക് തന്നെ പെട്രോൾ അടിക്കാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ നമുക്ക് തന്നെ പെട്രോൾ അടിക്കാം ഗൈസ്. എന്തോ അതിന് തുറന്നില്ല, എന്തോ സംഭവം നമുക്കറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഈ സ്വിഫ്റ്റ് സ്റ്റാർട്ടാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് നേരെ ഇതിലൂടെ എക്സിറ്റിലൂടെ ഇറങ്ങി നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അയ്യോ, റോങ് ആണല്ലോ. ഓക്കെ ഗൈസ്, നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കാം. അയ്യോ, വണ്ടി ഉണ്ട്. ഞാൻ വണ്ടി ഇല്ലയെന്ന് കരുതിയാണ് ചവിട്ടി നോക്കാമെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവിടെ വണ്ടി. ഓക്കെ, ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവാം ഗൈസ്. ഇവിടെ നിന്നൊരു റൈറ്റ് എടുക്കണം. നേരെ നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്തൊക്കെയാണ് ഗൈസ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്. അതുകൊണ്ട് കുഴപ്പമില്ല.
നമ്മുടെ വീടിൻ്റെ അടുത്താണ്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകാം ആദ്യം. ഓക്കെ, റൗണ്ടപ്പിൽ നമുക്ക് കറക്റ്റ് പോകാം ഗൈസ്. തെറ്റിക്കണ്ട. അയ്യോ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അയ്യോ ബെസ്റ്റ്. തെറ്റിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ആ പോസ്റ്റ് അടിച്ച് പൊളിച്ചു ഗൈസ്. ഓക്കെ, ഇതിലൂടെ വന്ന് ഇങ്ങോട്ട് പോയി. ഇത് ഈ ലെഫ്റ്റാണ് എടുക്കേണ്ടത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഈ ലെഫ്റ്റാണ്. ഓക്കെ, നമ്മുടെ വീടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്. ഓക്കെ, ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് നേരെ കയറാം ഗൈസ്. ഗൈസ്, നമ്മളിത് നേരെ നമ്മൾ ലെസ്റ്ററിൻ്റെ വീട്ടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ലെസ്റ്ററിൻ്റെ 4 വണ്ടികളേ ഉള്ളൂ. ഇങ്ങോട്ട് വേണ്ട ഗൈസ്, നമുക്ക് ഇവിടെ ഇട്ടേക്കാം. നമുക്കിവിടെ കിടക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോയി ലെസ്റ്ററിനോട് എന്തിനാണ് വിളിച്ചതെന്ന് പോയി സംസാരിക്കാം. ഇത് ലെസ്റ്ററിലെ സീനാക്കിയാണ് കേട്ടോ. മൊത്തം കുറേ മതിലൊക്കെ കെട്ടി മരമൊക്കെ വെച്ച് നമ്മുടെ വണ്ടി ഇടാൻ സീൻ പ്ലേസൊക്കെ ആക്കിയിട്ടുണ്ട്. സാധാരണ ആൾക്കാർ ഇങ്ങനെ പാർക്കിംഗ് സ്പേസൊക്കെ പോലെയാണ് ആക്കാറ്. പക്ഷേ ലെസ്റ്റർ ഇങ്ങനെ ഒരു ചെറിയ പാർക്കൊക്കെ പോലെ ആക്കിയിട്ടാണ് ഗൈസ് ആക്കിയത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറച്ച് ഡസ്റ്റ്ബിനൊക്കെ ഉണ്ട്, 4 കളറിലുള്ള ഡസ്റ്റ്ബിൻ. ഇതാണ് ലെസ്റ്ററിൻ്റെ വീട്. ചെറിയ വീടാണ്, പക്ഷെ പണ്ട് വളരെ ചെറിയ വീടായിരുന്നു. കുറച്ച് മാറ്റമുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റൊക്കെ എടുക്കുമായിരിക്കും. നമുക്ക് എന്തായാലും പോയി സംസാരിക്കാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ലെസ്റ്ററിനോട് സംസാരിച്ചിട്ടുണ്ട്. സംഭവം ഒന്നുമല്ല. ഓക്കെ, നമുക്ക് ഇന്നൊരു ഷിപ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ ഷിപ്മെൻറ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെസ്റ്റർ പറഞ്ഞിട്ടില്ല ഗൈസ് എവിടെയാണ് വരുന്നതെന്ന്. ഓക്കെ, നമ്മളിന്ന് ലെസ്റ്ററിൻ്റെ ഒരു വണ്ടി ആദ്യം എടുത്ത് കൊടുക്കണം. ആ വണ്ടി എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഗൈസ്, ആ വണ്ടി നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ കയ്യിലാണുള്ളത് ഗൈസ്. ആ വണ്ടി നമ്മുടെ ലെസ്റ്ററിൻ്റെ തന്നെയാണ്. പക്ഷെ അവരിത് ലോസ് ഗ്യാങ് എടുത്തുകൊണ്ട് പോയി. ആ വണ്ടി ലെസ്റ്ററിന് എടുത്തു കൊടുത്താലേ ലെസ്റ്റർ എവിടെയാണ് ഷിപ്മെൻറ്റ് വരുന്നത്, അതിൻ്റെ സമയം എത്രയാണെന്നൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. ഏത് വണ്ടിയാണെന്ന് നമുക്ക് എന്നാലേ പറഞ്ഞു തരത്തുള്ളൂ ഗൈസ്. ഓക്കെ, ലെസ്റ്ററിൻ്റെ ഏത് വണ്ടി അവരെടുത്തുകൊണ്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബുള്ളറ്റാണ് ഗൈസ്. ആ ബുള്ളറ്റ് അവരങ്ങ് എടുത്തുകൊണ്ട് പോയി. ഒരു റെഡ് അല്ല ബ്ലാക്ക് കളർ ബുള്ളറ്റാണ് ഗൈസ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഒരു ഗാരേജ് പോലത്തെ ഒരു സംഭവത്തിലാണുള്ളത് എന്നാണ് പറഞ്ഞത് ഗൈസ്. എന്താണ് സംഭവം? പുതിയ പാലോ? ഇതിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എൻ്റെ മോനെ അല്ല, ഇതിലൂടെ കയറണ്ട. നമ്മളെ സ്വിഫ്റ്റിന് പണിയാവും. അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഇപ്പോൾ സർവീസൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അതിനെന്തായാലും വേണ്ട. ഓക്കെ, നമ്മുടെ എൻ്റെ കേസ് ഇത് തന്നെയാണ് കേസ്. ഇത് പക്ഷെ ഇവിടെ ആരുമില്ല. എൻ്റെ കേസ് നമുക്ക് എന്തായാലും നേരെ കയറി പോയി ആ വണ്ടി എടുത്തോണ്ട് വരാം കേസ്. അപ്പോൾ കേസ് ഇവിടെ ആരും ഇല്ല കേസ്. നമുക്ക് നേരെ പോയി ആ വണ്ടി യെസ് ഇത് തന്നെയാണ് വണ്ടി നമ്മളെ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ബോഡി ഗാർഡ്സിനോട് വിളിച്ചു പറയാം. നമുക്ക് എന്തായാലും ബൈക്ക് എടുക്കണ്ട, ബോഡി ഗാർഡ്സിനോട് നമുക്ക് കൊണ്ടുപോകാൻ പറയാം കേസ്. കാരണം ബോഡി ഗാർഡ്സിന് എവിടെ വരാനുള്ള ധൈര്യമില്ല. ബോഡി ഗാർഡ്സ് ആവുമല്ലോ. നമുക്ക് എന്തായാലും വിളിച്ചു പറയാം കേസ്. ഓക്കെ, നമ്മളെന്തായാലും നേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വണ്ടി എടുത്ത് പോകാം. നമുക്ക് നമ്മുടെ ജോലി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് നേരെ പോകേണ്ടത് ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ്. ഓക്കെ കേസ്, ഇവിടെ പുതിയൊരു ടണൽ പോലത്തെ ഒരു സംഭവമൊക്കെ വന്നു എന്ന് കേട്ടിട്ടുണ്ട് കേസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എൻ്റെ കേസ് അവിടെ ഇങ്ങോട്ട് ടണൽ കാണുന്നുണ്ടോ? ഇതെന്താ സംഭവം? പാലോ? ഇതൊന്നും മനസ്സിലാവുന്നില്ല കേസ്. അന്നേരം അതിൻ്റെ മുകളിലോട്ട് പോകണ്ടായിരുന്നു. കേസ് ഇത് ഇത്രയുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലോട്ട് പോകാത്ത ഭാഗ്യം. പക്ഷേ ഇതെന്താ ടണൽ? നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. കഴിഞ്ഞോ? ഓക്കെ, ഇത് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇതെന്തോ സീന് ടണലാണിത്. എവിടത്തേക്ക് എത്താമെന്നറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഇതന്നെ അങ്ങ് നോക്കി അങ്ങ് പോവാം. ഓക്കെ, ഇത് സീനാണല്ലോ. ഇത് ആരാവളി? കേസ് ഇത് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു കേസ്. ഓക്കെ, എൻ്റെ മോനെ എൻ്റെ കേസ് ഒരു ഡോറിന് പണി കിട്ടി. ഓക്കെ, നല്ല രസം. ഓക്കെ, നമ്മുടെ വണ്ടി ആക്രിക്ക് കൊടുക്കാനുള്ള രീതിയിലായി ഗൈസ്. വെറുതെ അതിൻ്റെ ഉള്ളിലോട്ട് പറപ്പിച്ചേ. ഇയാൾ എന്താ സംഭവം? നിങ്ങളുടെ ആ ടണലിനകത്തൂടെ വന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി ആക്രിക്ക് കൊടുക്കാൻ പറ്റിയതുപോലെയായി. നമുക്കിത് വീണ്ടും ബെന്നിയുടെ കൈ കൊടുക്കാം. ബെന്നി എന്നെ വിചാരിക്കുന്നുണ്ടോ? നമ്മളിത് എത്ര പ്രാവശ്യമായി ബെന്നിയുടെ കൈ കൊടുക്കുന്നത്. എന്തായാലും നമ്മളിത് പൊളിച്ച് നമുക്ക് എന്തായാലും അങ്ങ് ഓടിക്കാം. ഓക്കെ, ഇവിടെ ഒന്നല്ലോ. ഓക്കെ, ഇവിടെ ലെസ്റ്ററിൻ്റെ വീട് എത്തിയിട്ടുണ്ട്.
ഓക്കെ ഇത് എന്താ നമുക്ക് അങ്ങോട്ട് ലെസ്റ്ററിൽ നല്ല വണ്ടിയുടെ അടുത്തൊന്ന് പാർക്ക് ചെയ്യണ്ട. ലെസ്റ്റർ ഓക്കെ നല്ലത് ഇവിടെ പുറത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടാണ്. നമുക്ക് വേഗം പോകണം. ഏത് വണ്ടി നമ്മൾ എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. നമുക്ക് നേരെ കയറിപ്പോയി ചോദിക്കാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ ലെസ്റ്റർ ഏതാ വണ്ടി എന്നൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഗൈസ് പറഞ്ഞത്. അത് എവിടെയാണ് നമ്മുടെ ഷിപ്മെൻറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ തന്നെയാണ് ഗൈസ്. അതെന്താ നേരത്തെയാക്കുമെന്ന് പറഞ്ഞൂടെ. ഓക്കെ ഗൈസ് ഏതാ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. സിറ്റിയിൽ അത് വേറൊരു സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് ഈ കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് നമ്മളാണ് ഗൈസ്. ഓക്കെ ആ വണ്ടി ആദ്യം നമുക്കാണ് കിട്ടാൻ പോകുന്നത്. ഏതാ വണ്ടി എന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും. നമുക്കൊരു ഗസ് ചെയ്യും. ഞാൻ പറയാം SUV ആണ്. ഒരു മറ്റേ നമ്മുടെ ബെൻസിൻ്റെ കാറുമാണ്. ഏതാ നിങ്ങൾ ഗസ് ചെയ്യുക. അവിടെ പോയി കാണിച്ചു തരാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ് നിങ്ങളുടെ ഗസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസാണ്. ഇപ്പം കാണിച്ചു തരാം. 1 2 3 ഇതാണ് ഗൈസ് നമ്മുടെ മുതൽ. നമ്മുടെ G-Wagon ഗൈസ്. നമ്മുടെ G-Wagon ആണ്. അത് നമ്മുടെ സിറ്റിയിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. അതും നമുക്ക് ഗൈസ്. എൻ്റെ മോനെ ഇത് നമുക്കിത് ഇതാണ് വണ്ടി. അവിടെ പൊട്ടിപ്പൊളിഞ്ഞ സ്വിഫ്റ്റിനേക്കാളും നല്ലതാണ്. ഓക്കെ ഇത് SUV ആണ്. നമ്മുടെ ബെൻസിൻ്റെ വണ്ടിയാണ്. ഓക്കെ നമ്മുടെ ബെൻസ് G-Wagon. ഇത് ബ്രാബസാണ്. ഓ യെസ് ഇത് ബ്രാബസാണ് യെസ്. ബ്രാബസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഗോൾഡനാണ്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കളർ എങ്ങനെയാണ് പക്ഷേ നമുക്ക് എന്തായാലും മാറ്റണം. ഗോൾഡൻ വേണ്ട. ഓക്കെ ഗേസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗേസ്. ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഗേസ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്യണം. ഓക്കെ അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റും ചെയ്യണം ഗേസ്. ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ ഏതാ വണ്ടി വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്.